തൃശൂർ മങ്ങാട് CPIM ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കുറുമ്പൂർ വീട്ടിൽ മിഥുനാണ് വെട്ടേറ്റത്. മങ്ങാട് സ്വദേശികളായ ഗൗതം, വിഷ്ണു, രാകേഷ്, അരുൺ എന്നിവരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലഹരിക്കടിമകളായ പ്രതികൾ മിഥുന്റെ സഹോദരനുമായി വാക്കുതർക്കത്തെ ചൊല്ലിയായിരുന്നു പിന്നീട് ആക്രമണം ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, ഈ മിഥുന്റെ ആരോഗ്യനില എങ്ങനെയാണ്? നിലവിൽ പോലീസ് എന്താണ് വ്യക്തമാക്കുന്നത്? രുചീഷ്, മിഥുന്റെ ആരോഗ്യനില അത്ര ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങളിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൈക്കും ചെവിക്ക് പുറകിലും തലയ്ക്കുമായി വിവിധ സ്ഥലങ്ങളിൽ മുറിവേറ്റിട്ടുണ്ട്. ആയുധം ഉപയോഗിച്ച് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു പ്രതികൾ ചേർന്ന് ഈ മിഥുനെ. CPMന്റെ മാളൂർക്കടവ് ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഈ മിഥുൻ ആക്രമണത്തിൽ പരിക്കേറ്റ മിഥുൻ. പ്രദേശവാസികൾ തന്നെയായിട്ടുള്ള ഗൗതം, വിഷ്ണു, രാകേഷ്, അരുൺ എന്നിങ്ങനെ 4 സംഘമാണ് ഈ മിഥുനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്നത്. ഈ പ്രതികളും അതോടൊപ്പം തന്നെ ഈ മിഥുന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ മിഥുന്റെ സഹോദരൻ തമ്മിൽ ഇന്ന് രാവിലെ ഒരു വാക്കുതർക്കമുണ്ടായി. അതേ ചൊല്ലിയുള്ള തർക്കമാണ് മിഥുനെ ആക്രമിക്കുന്നതിന് പ്രകോപനപരമായ കാരണമായി മാറിയത്. ലഹരിക്കടിമയാണ് പ്രതികൾ എന്നുള്ളതാണ് പോലീസ് അടക്കം നൽകുന്ന വിവരം. മിഥുന്റെ സഹോദരനുമായി ഉണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി കുറുമ്പൂർ ഈ സമീപത്തുള്ള മാളൂർക്കടവ് കോതട്ട് അമ്പലത്തിന് സമീപിച്ച് പ്രതികൾ സംഘടിച്ചെത്തി ഇയാളെ ആക്രമിക്കുകയായിരുന്നു. ഏതായാലും ആക്രമണത്തിൽ പരിക്കേറ്റ് മിഥുനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പ്രതികൾ 4 പേരെയും കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. BJP പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നുള്ളതാണ് CPMന്റേതായിട്ടുള്ള ആരോപണം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാളെ രാവിലെ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് കുന്നംകുളം പോലീസ് അറിയിക്കുന്നത്. രുചീഷ്.